Shiva Silks, Kasargod, Kaningad, Mangalore. ദില്ലിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ്. അതായത് ദില്ലിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന കോൺഗ്രസിന്റെ നേതാക്കന്മാരും ആം ആദ്മിയുടെ നേതാക്കന്മാരും തമ്മിൽ ചില പ്രശ്നങ്ങൾ അവിടെ നിന്നിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾക്ക് ഹൈക്കമാൻഡ് തയ്യാറാവുകയായിരുന്നു. രാഹുൽ ഗാന്ധി കൃത്യമായ ഒരു നീക്കം ദില്ലിയിൽ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ശക്തി ആപ്പ് വഴിയും അതുപോലെ തന്നെ അവിടെയുള്ള പ്രവർത്തകരോടൊക്കെ ചോദിച്ചതിന് ശേഷം ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനത്തിൽ രാഹുൽ ഗാന്ധി എത്തി. അതായത് ദില്ലിയിൽ ആം ആദ്മിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കാം എന്നുള്ള ഒരു തീരുമാനവുമായിട്ടാണ് രാഹുൽ ഗാന്ധി എത്തിയിട്ടുള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ ദില്ലിയിൽ ഇപ്പോൾ നിലവിൽ ദില്ലിയുടെ ചുമതലയുള്ള മലയാളിയായിട്ടുള്ള PC ചാക്കോ, AICCയുടെ സെക്രട്ടറി PC ചാക്കോ ANAയോട് കാര്യങ്ങൾ വിശദമാക്കി പറയുകയും ANAയോട് ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് മറ്റുള്ള മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പരക്കുകയും ചെയ്തു. ദില്ലിയിൽ കോൺഗ്രസ് AAP സഖ്യം നിലനിൽക്കാൻ പോകുന്നു എന്നുള്ളത്. പക്ഷേ നിലവിൽ സംസ്ഥാന കോൺഗ്രസ്, അതായത് ദില്ലിയിലെ കോൺഗ്രസ് നേതൃത്വവും AAPയും തമ്മിൽ ഇപ്പോൾ നല്ല രീതിയിലല്ല അവിടെ മുന്നോട്ട് പോകുന്നുള്ളത്. അതായത് ഷീലാ ദീക്ഷിത്തും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിച്ച് തീർക്കാൻ ഇതുവരെ കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ട് വിഭാഗമായിട്ടുള്ളതാണ്. അതായത് രാഹുൽ പറയുന്നു ദില്ലിയിൽ AAPയുമായി സഖ്യം വേണമെന്ന്, എന്നാൽ ദില്ലിയിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നു AAPയുമായി സഖ്യം വേണ്ട എന്ന്. AAP ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനോട് സഖ്യത്തിനായി സമീപിച്ചിരുന്നു, എന്നാൽ കോൺഗ്രസ് തീരുമാനം അറിയിച്ചില്ല. അതേ തുടർന്ന് AAP ഇപ്പോൾ പ്രചരണം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. 2013 AAP അവിടെ ശക്തി ആർജിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ശക്തി ആർജിച്ചതിന് ശേഷം ഇതുവരെ AAP ആ ഒരു കരുത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതും വ്യക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ദില്ലി ഓതിക്കേൽപ്പിക്കുന്നുള്ളത്. അതായത് കൊണ്ട് തന്നെ ആം ആദ്മിക്ക് അടിവേരുള്ള ഒരു മണ്ണ് തന്നെയാണ് ദില്ലി. ആ മണ്ണിൽ ആം ആദ്മിയെയും കൂട്ടുപിടിച്ച് BJPയെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഏക പരിരക്ഷയുള്ളത്. അതായത് 2014 മോദി തരംഗം ആഞ്ഞുവീശിയപ്പോൾ ഏകദേശം 7 ലോക്സഭാ സീറ്റുകളുള്ള ദില്ലിയിൽ 7 സീറ്റുകളും BJP തൂത്തുവാരിയിരിക്കുന്നു. എന്നാൽ നിലവിൽ കോൺഗ്രസും ആം ആദ്മിയും സഖ്യം കൂടി കഴിഞ്ഞാൽ ഈ 7 സീറ്റുകളും തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു മുൻകരുതൽ രാഹുൽ ഗാന്ധിക്കുണ്ട്. അത് തന്നെയാണ് PC ചാക്കോയിലൂടെ മാധ്യമങ്ങളും അറിഞ്ഞിട്ടുള്ളത്. അതായത് 7 സീറ്റുകളും ആം ആദ്മി കോൺഗ്രസ് സഖ്യം പിടിച്ചെടുത്തുകൊണ്ട് BJPക്ക് ശക്തമായിട്ടുള്ള മറുപടി ദില്ലിയിൽ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷീലാ ദീക്ഷിത്തോ കോൺഗ്രസിന്റെ ദില്ലി നേതൃത്വം ഇതുവരെയായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള പ്രതികരണവുമായി ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതും ഒരു ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പോലും രാഹുൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ദില്ലിയിൽ ആം ആദ്മിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാകും എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.